ഇന്ന് രാവിലെ ആയതിൻ്റെ മൂടി ശരിയല്ല കേട്ടോ. എവിടെയും കിടക്കണമില്ല, ഇരിക്കണമില്ല, ഉറങ്ങണമില്ല. ഞാനിപ്പോൾ ഓനെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുക്കളയിലാണെങ്കിൽ കുറേ പണികളുണ്ട്, ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. കുട്ടി ഉറങ്ങണ സമയത്ത് നേരത്തെ എണീറ്റ് പണികൾ തീർത്തൂടെ എന്ന് പറയണവരുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണ് എണീക്കണത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഓന് എണീക്കും. എങ്ങനെയാണോ ഓൻ അറിയണതെന്ന് അറിയണില്ല. ചിലർ ചൂട് കിട്ടി ഉറങ്ങണ കുട്ടികളില്ലേ, ആ ഒരു ഗ്യാങ് പെട്ടതാണ് ഇവൻ. എന്തായാലും ഓന് ഞാൻ നോക്കിയാക്കിയിട്ട് അവിടേക്ക് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കരയുകയും കരച്ചിലിട്ടിട്ട് നമുക്ക് പണികളെടുക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓന് ഞാനവിടെ ഇരുത്തിയിട്ടുണ്ട്. ആ ഇരിപ്പില്ലേ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ ഇരിക്കുള്ളൂ. വീണ്ടും മോൻ വന്നിട്ട് എൻ്റെ കയ്യിലോ കല്ല പിടിച്ച് ഇങ്ങനെ തൂങ്ങും. എന്തായാലും ഞാൻ നേരെ അടുക്കളയിൽ വന്നിട്ട് ആദ്യം കുറച്ച് ചായ ഇട്ടിട്ടോ. കുറേ നേരമായി ഒരു ചായ കുടിക്കാൻ തോന്നുന്നു, പക്ഷെ ഞാൻ തന്നെ ഉണ്ടാക്കണം എനിക്ക് കുടിക്കണമെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ ഉണ്ടാക്കുന്നത് ദോശയാണ്. ദോശമാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നോട്ടാണ് കരുതിയത്. അപ്പോൾ അതേ നമ്മൾ ഇഡ്ഡലി കുക്കറാണ്. അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമ്മളെ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇഡ്ഡലി കുക്കറിൻ്റെ ഇഡ്ഡലിയുടെ തട്ടിന് കുണ്ട് കുറവാണ് കേട്ടോ. അപ്പോൾ വലിയ തിക്കില്ലാത്ത ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കാറ്. എന്തായാലും അതൊന്ന് വെക്കുമ്പോൾ കുറച്ച് ആവി തട്ടിയേ. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് അടയ്ക്കാൻ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഇങ്ങനെ കുടിക്കാൻ നിൽക്കുകയാണ്. ആ ചായ കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. സാധാരണ സയാൻ 5:15 എണീക്കും മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ ഞാൻ കുടിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ. ആ ഒരു ടൈമിൽ ഹൈസോ എണീക്കും. ഓനെ മദ്രസയ്ക്ക് വിടുന്നതൊക്കെ എല്ലാം ഓർഡർ തെറ്റിയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ചില സമയത്ത് ഓൻ തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി പോകും കേട്ടോ. കാരണം ഞാൻ ഈ ചെറുതിനേണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മല്ലിക്കിട്ടാവും. പാവം, അത് പരാതിയും പറയാറില്ല. എന്തായാലും നമ്മൾ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പച്ചവെള്ളം തെളിക്കാറുണ്ട് മേലെ, എന്നാൽ സ്മൂത്തായിട്ട് വരും. പിന്നെ ഇതിലേക്ക് ചട്നിയാണ്. കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട്, കുറച്ചല്ല എരിവ് ഉണ്ടായിക്കോട്ടെ നേരിട്ടൊരു 3 വലുതിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നരച്ചെടുത്തു. പിന്നെ സാധാരണ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു സിമ്പിൾ ചട്നിയാണ്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കറിവേപ്പില, വേണമെങ്കിൽ ഉണക്കമുളക്, പിന്നെ നമ്മൾ അരച്ച തേങ്ങ, പിന്നെ കുറച്ച് ലൂസാക്കുക കേട്ടോ. ജാറൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഒരുപാട് ലൂസായ രസം ഉണ്ടാവില്ല, ഒരുപാട് തിക്കായ രസം ഉണ്ടാവില്ല. കൈയോടെ തന്നെ നമ്മുടെ കുക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. എനിക്ക് ചെറിയൊരു OCDയുടെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. ചില സാധനങ്ങൾ ചില സ്ഥലത്തിരിക്കണതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇടയായിട്ട് അങ്ങനെയൊന്നും നടക്കാറില്ല കേട്ടോ. ആഫ്റ്റർ ഡെലിവറി എല്ലാം കൊളായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇഡലിയും ചട്നിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് അതിലെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി.